ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഓൾറെഡി ഒരു ഹിന്ദി ആൽബം സോങ്, കവർ സോങ് ആണ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഷാർജ നാഷണൽ പാർക്കിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ, അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ട്രെയിൻ പോലൊരു സംഭവം ഉണ്ട്, നല്ല രസമാണ്. പക്ഷെ അതിലൊന്നും കയറില്ല. നമ്മുടെ ഉദ്ദേശം എന്താ, ഇവിടെ വന്നിട്ട് ആ സോങ്ങിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ കയറുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ട്. കുറേ ഇങ്ങനെ മതിൽ കെട്ടി വെച്ചേക്കുന്ന പോലെ കുറേ ഇങ്ങനെ നല്ല രസമാണ്. കുറേ ഫ്ലവേഴ്സും കുറേ ട്രീസും നല്ല രസമാണ്. നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയ ടൈം എന്ന് പറയുന്നത് ഒരു 11 മണി 11:30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ഉദിച്ച്, പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇങ്ങനെ ഫ്ലവേഴ്സും കുറേ കളേഴ്സിലുള്ളതും പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് അതാണ് കൂടുതൽ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് പിന്നെ കുറേ ഇങ്ങനെ ട്രീസൊക്കെയാണ്. പക്ഷെ നല്ല രസമാണ്. ഈ ടൈമിൽ കുറേ ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുറേ പേര് വരുന്നത്. സോ നമ്മളങ്ങനെ നേരത്തെ എത്തിയിട്ട് അങ്ങനെ ഷൂട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നല്ല സ്പോട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നല്ല സ്പോട്ട് കാണുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽ എടുക്കും. ഇങ്ങനെ പാടുന്നതും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കുന്നതും ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നതൊക്കെ ഇങ്ങനെ വിഷ്വൽസിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് VC അഷ്റഫ് ഖാൻ. ആൾക്കൊരു ചാനലുണ്ട്. ഒരുപാട് നാട്ടിലുള്ള സിംഗേഴ്സ് ആണെങ്കിലും നമ്മുടെ ഇവിടെ UAE സിംഗേഴ്സ് ആണെങ്കിൽ ഒരുപാട് പേർക്ക് കുറേ അവസരങ്ങളൊക്കെ കൊടുത്ത ഒരു ആളാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കഴിവുള്ള ആളാണ്. കാരണം ആൾ തന്നെയാണ് കമ്പോസ് ചെയ്യുന്നതും ലിറിക്സ് എഴുതുന്നതും പിന്നെ ഈ ഷൂട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒരു ഓൾറൗണ്ടർ ആണെന്ന് പറയാം. അപ്പോൾ ആളാണ് എല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ എൻ്റെ കുറേ പാട്ടുകളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതും കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതും. അപ്പോൾ VC അഷ്റഫ് ഖാൻ്റെ ഒരു ചാനലുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. കുറേ സിംഗേഴ്സിൻ്റെ കുറേ അടിപൊളി സോങ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നടക്കുന്ന ടൈമിൽ ആ ഫ്ലവറിൻ്റെ ആ ഒരു ഇങ്ങനെ കൊമ്പുണ്ടല്ലോ, മീൻസ് അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അതപ്പോൾ ഇങ്ങനെ ഞാൻ നടക്കുന്ന ടൈമിൽ എൻ്റെ ഷോൾ ഓൾറെഡി അവിടെ കാറ്റുള്ളതുകൊണ്ട് ഇങ്ങനെ പാറി നടക്കുകയാണ്. സോ അതിലെങ്ങനെ കുടുങ്ങി. സോ അങ്ങനെ അവിടുത്തെ കുറച്ച് ഷൂട്ട് അങ്ങനെ നമ്മൾ മാറ്റി വെച്ചു. കാരണം അവിടെ ഇങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഒരു 3 പ്രാവശ്യം നടന്നപ്പോഴും എൻ്റെ ഷോൾ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവിടത്തെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ കുറേ നല്ല സ്പോട്ടൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഒരു ബെഞ്ച് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷൂട്ടിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോർഷൻ കൂടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതും സെറ്റാക്കിയിട്ട്, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്ലെയിൻ കാണുമ്പോൾ ഉമ്മയായിട്ട് ക്യാമറമാൻ. സോ ഉമ്മ അങ്ങനെ പ്ലെയിനൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അഭിനയിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഫുൾ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കും. പിന്നെ വീഡിയോസൊക്കെ എടുക്കും. പിന്നെ ഞാൻ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പിന്നെ ഉമ്മയായിരിക്കും പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഉമ്മ ഇപ്പോൾ അടിപൊളിയായിട്ടൊക്കെ വീഡിയോസ് എടുക്കാൻ പഠിച്ചു ഗൈസ്. അപ്പോൾ ഉപ്പ ഇല്ലാത്തതുകൊണ്ടാണ്. ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പയായിരിക്കും ഇങ്ങനെ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തരുന്നത്. ഉപ്പാക്ക് ജോലിയുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും പ്ലെയിനാണ് ഗൈസ്. ഉമ്മാക്ക് ഈ പ്ലെയിൻ വിട്ടൊരു കളിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇപ്പോൾ 20K എബവ് ആയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഷൂട്ടിംഗ് വ്ലോഗ് എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ നന്നായിട്ട് കൂടി. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.